ഈ ശശി തരൂർ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. കാരണം അദ്ദേഹം ഇപ്പോൾ പുതിയ പ്രസ്താവന വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള നേതൃക്ഷാമമുണ്ട്, അത് പരിഹരിച്ചില്ലെങ്കിൽ 2026 കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരില്ലെന്നാണ് ശശി തരൂർ പറയുന്നത്. കേരളത്തിൽ VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ ഈ മുഖ്യമന്ത്രി കസേരയെ മോഹം കണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ശശി തരൂർ ഓരോ വെടിപൊട്ടിക്കുന്നത്. ഇതിന്റെ അവസാനം എന്തായിരിക്കും? അങ്ങനെ തരൂര് വീണ്ടും ബോംബിട്ടിരിക്കുകയാണ്. എല്ലാവരും വിചാരിച്ചു തരൂര് ഡൽഹിയിൽ പോയി രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ കണ്ട് പ്രത്യേകമായിട്ടുള്ള ചർച്ച നടത്തിയല്ലോ, അവിടെ വിളിപ്പിച്ചിട്ട് ചെന്നു. അപ്പോൾ തരൂര് കീഴടങ്ങിയെന്നാണ് പലരും കരുതിയത്. ഞാൻ അങ്ങനെ കരുതിയതേയില്ല. തരൂർ അങ്ങനെ കീഴടങ്ങുന്ന ഒരാളല്ല. തരൂരിൻ്റെ ലെവലെന്ന് പറയുന്ന മറ്റൊരു തരത്തിലാണല്ലോ. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നല്ല ഒന്നാം തരം പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്, എനിക്ക് ആ ഒരു മേൽവിലാസമുണ്ട്, എനിക്ക് നിങ്ങൾക്ക് എൻ്റെ കഴിവുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ വഴി തേടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിങ്ങനെ കോൺഗ്രസിൽ പറയുന്നത് ആരുണ്ട്? കോൺഗ്രസിൽ പലരും അവർക്കിങ്ങനെ സ്ഥാനം കിട്ടാതെ വരുമ്പോൾ സ്ഥാനം കിട്ടുന്ന ഇടങ്ങളിലേക്ക് പോകുന്ന പതിവാണുള്ളത്. തരൂര് പ്രധാനമായിട്ടും അക്കമിട്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, കേരളത്തിൽ നേതൃപ്രതിസന്ധി ഉണ്ട്. 2, ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്. ഈ വക കാരണങ്ങളാൽ 2026 ഭരണം കോൺഗ്രസിന് കിട്ടാൻ പോകുന്നില്ല. ഇത് തുടരുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് വൻ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 19% വോട്ട് വിഹിതമേ ഉള്ളൂ. ഇതിനകത്തൊരു വർധനവും ഉണ്ടാകുന്നില്ലെങ്കിൽ വൻ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതാണ്. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിപ്പോൾ 4 തവണയായിട്ട് തിരുവനന്തപുരത്ത് വിജയിക്കുന്നു. ഇത് ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞാണ് വന്നിട്ടുള്ളത്. ഇത് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് വോട്ടുകൾ പലപ്പോഴും എനിക്ക് ചോർന്നിട്ടുണ്ട്. ആ വോട്ടുകൾ മാത്രമല്ല, അല്ലാതുള്ള വോട്ടുകൾ എനിക്ക് ശേഖരിക്കാനായിട്ട് സാധിച്ചു എന്നാണ് തരൂര് പറയുന്നത്. അതായത് തരൂരിൻ്റെ ഒരു പ്രൊഫൈൽ വളരെ വലുതാണല്ലോ. അത്തരത്തിൽ തരൂരിന് വോട്ട് ശേഖരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പ്രഭാഷകന്, എഴുത്തുകാരൻ. അദ്ദേഹം വ്യക്തിപരമായി വലിയ രീതിയിൽ മുന്നേറ്റം ഉള്ളത് കൊണ്ടാണ് വിജയിച്ച് കയറാൻ കഴിയുന്നത്. അതെ, അല്ല, കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പല മണ്ഡലങ്ങളിൽ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പല കോൺഗ്രസ് നേതാക്കൾക്ക് ഇദ്ദേഹം ഒന്ന് പരാജയപ്പെട്ടിരുന്നെങ്കിൽ അടുത്ത തവണ ആ സീറ്റിൽ മത്സരിക്കാമെന്ന മോഹവുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഇതാണ്, ഞാൻ എൻ്റെ ഒരു കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 4 തവണയും, 4ാമത്തെ തവണ എന്ന് പറയുന്ന മത്സരം എന്ന് പറയുന്നത് കടുത്ത മത്സരമായിരുന്നു. 4ാമത്തെ അല്ല, 3ാമത്തെ മത്സരവും അതികഠിനമായിട്ടുള്ള മത്സരമായിരുന്നു. ഈ തവണ തരൂര് തോൽക്കും എന്ന് തന്നെ തരൂരും പാർട്ടിയും തിരുവനന്തപുരത്തെ വോട്ടർമാരും കരുതിയിരുന്നതാണ്. പക്ഷേ ഒരു 15,000 വോട്ടിനാണ്. അതായത് ശക്തനായ ഒരു എതിരാളിയായിരുന്നു എല്ലാ തരത്തിലും. ആളും അർത്ഥവും രാജീവ് ചന്ദ്രശേഖറിന് ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ തരൂരിൻ്റെതായ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട് വോട്ട് കൂടുതൽ ശേഖരിക്കാനായിട്ട് സാധിച്ചു. അത് തൻ്റെ വിജയമാണ്. അതുകൊണ്ട് തരൂർ എന്താണ് ലക്ഷ്യമിടുന്നത്? ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി പലരും വേഷം കെട്ടി നിന്നാടുമ്പോൾ തരൂരിനെ തന്നെ ഇങ്ങോട്ടേക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് ഉയർത്തിക്കാട്ടുകയാണ് ചെയ്യുന്നത്. തരൂര് തന്നെ ഉയർത്തിക്കാട്ടുകയാണ്. അപ്പോൾ തരൂര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു താക്കീതുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ അവഗണിക്കുന്നതായ ഒരു തോന്നലുണ്ടോ കേരളത്തിൽ? ഉണ്ട്. അത് തുടക്കം മുതലേ ഉണ്ടല്ലോ. 2009 മത്സരിക്കാൻ വരുമ്പോൾ തന്നെ ഇദ്ദേഹത്തിനോട് പാർട്ടിയിലുള്ളവർക്കൊക്കെ തന്നെ ഒരുതരം അവഗണന വെച്ച് പുലർത്തുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ലീഗും ഹൈക്കമാൻഡിനെ കാണാൻ പോകുന്നു എന്നാണ് പറയുന്നത്. കാരണം കേരളത്തിൽ ഈ ഇത്തരത്തിലുള്ള നേതൃപ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഹൈക്കമാൻഡിനെ ലീഗ് കണ്ട് വിവരം ധരിപ്പിക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഘടകകക്ഷികൾ തന്നോടൊപ്പം നിൽക്കുന്നു എന്നാണ് തരൂർ പറയുന്നത്. അപ്പം ലീഗിനുണ്ടാകുന്ന ഒരു വൻ അതൃപ്തി, നേതൃപ്രതിസന്ധിയിൽ ഉണ്ടാകുന്ന ഒരു അതൃപ്തി തനിക്ക് അനുകൂലമായിട്ടാണ് തരൂർ കാണുന്നതെന്നുള്ളതാണ്. ഇപ്പം നേരത്തെ തന്നെ VD സതീശൻ പറഞ്ഞു 63 സീറ്റ്. ഈ 63 സീറ്റ് വരുമ്പോൾ ലീഗിന് അക്കാര്യത്തിനകത്തൊരു സംശയം പലപ്പോഴും നിൽക്കുന്നുണ്ട്. കോൺഗ്രസ് മാത്രമായിട്ട് 63 സീറ്റ് നേടിക്കഴിഞ്ഞാൽ ലീഗിൻ്റെ ബാർഗെയിനിങ് പവർ കുറയും.
ആ ബാർഗൈനിങ് പവർ കുറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് ഒന്നും അല്ലാതായി തീരും. ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലും ഇല്ലാതാകും. ലീഗ് ഇത്തവണ എന്ന് പറയുന്നത് ഉപമുഖ്യമന്ത്രി പദം നോട്ടമിട്ടുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് വരെ പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളൊക്കെ നിൽക്കുകയാണ്. തരൂർ പറയുന്നുണ്ട് നേതൃപദവിക്ക് താനും യോഗ്യനാണ് എന്നുള്ള രീതിയിലാണ്. നമുക്കതറിയാവുന്നതല്ലേ, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ് തരൂര്. മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ചു, നല്ല രീതിയിൽ വോട്ട് നേടുകയും ചെയ്തു. കേരളത്തിൽ നിന്നാണ് വോട്ട് കുറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ തരൂരിൻ്റെ കഴിവിനെ തരൂര് തന്നെ മാർക്കറ്റ് ചെയ്യുകയാണ്. താൻ എന്ത് പറയണം, എന്തെഴുതണം എന്ന് പാർട്ടിയല്ല തീർച്ചപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയിട്ട് എന്തുകൊണ്ടായിരിക്കും ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ ഇങ്ങനെ നീണ്ടു? രാഹുൽ ഗാന്ധി കൊണ്ടോ? രാഹുൽ ഗാന്ധി പിന്നെ തരൂരുമായിട്ട് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് കീഴടങ്ങുമോ? മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ചില്ലേ? ആ ഒരു ഇത് മാത്രം മതിയല്ലോ തരൂരിന്റെ വഴി. അതോടൊപ്പം തന്നെ ഇദ്ദേഹം പാർട്ടി വിടാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? പക്ഷെ പാർട്ടി വിടണമെങ്കിൽ ഇത് MP സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ പാർട്ടി വിട്ടു പോകത്തില്ല. നമ്മളിത് കുറേ നാളുകൊണ്ട് സംസാരിക്കുന്ന കാര്യമില്ല. തരൂർ BJPയിലേക്ക് പോകുന്നു. BJP മോദി ഇദ്ദേഹത്തിന് വലിയൊരു കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് തന്നെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. ഇത് ഏറെ പറയുന്നതാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ വന്നിട്ട് കേരളത്തിലെ ഭരണത്തിലെ അതായത് പിണറായി വിജയനെയും അദ്ദേഹം കൊണ്ടുവരുന്ന വ്യാവസായിക സംരംഭങ്ങളെയും ഒക്കെ വാഴ്ത്തുകയും ചെയ്തത്. ഇത് രണ്ടുമാണ് ഈ വളരെ വൈരുദ്ധ്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പലർക്കും പല സംശയമാണ്. അത് ഇപ്പോൾ കേരളത്തിലെ BJP ഘടകത്തിനെ മുഴുവൻ വെട്ടിലാക്കിയില്ലേ? തരൂരിനെതിരെ ഒന്നും പറയാൻ പറ്റുന്നില്ല. കാര്യമെന്താണ്? ട്രംപും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ പ്രശംസിച്ചു. ഇവിടെ CPMന് തരൂരിനെ എന്തെങ്കിലും പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആകെ കൂടി തരൂർ വെട്ടിലാക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു അഭിമുഖത്തിലൂടെ തന്നെ തരൂർ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്ന എന്താണ്? താൻ അങ്ങനെ പാർട്ടിക്ക് അങ്ങനെ കീഴ്പ്പെട്ട് കഴിയുന്നവനല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പം അന്ന് ഒരു 23-24 പേരൊക്കെ കോൺഗ്രസിൽ നിന്ന് ദേശീയ തലത്തിൽ ഇടഞ്ഞു നിൽക്കുകയുണ്ടായല്ലോ. അപ്പോൾ ഇടഞ്ഞു നിന്ന സമയത്ത് പലരും ഒക്കെ പിന്നീട് പാർട്ടിയുമായിട്ട് യോജിച്ചു പോവുകയുണ്ടായി. അതിൽ പിന്നെ അല്പമെങ്കിലും എതിരിട്ട് ഇപ്പോഴും നിൽക്കുന്നത് തരൂര് മാത്രമാണ്. എതിരിട്ടെന്ന് പറഞ്ഞാൽ കേരള നേതൃത്വത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് ചർച്ച ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. അതിന് സമാനമായി തന്നെ കഴിഞ്ഞ വർഷം ഉയർന്നു വന്നത് ശശി തരൂരിന്റെ പേരായിരുന്നു. ശശി തരൂർ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ ഒരു പ്രചരണം പോലെ മുസ്ലിം ലീഗിനെ കാണുന്നു, ചില സമുദായ സംഘടനാ നേതാക്കളെ കാണുന്നു. ആ രീതിയിലേക്ക് മുന്നോട്ട് പോയതായിരിക്കുമോ കേരളത്തിലെ ഈ നേതാക്കളുടെ പ്രശ്നം? അങ്ങനെ നമ്മൾ ഉണ്ടായിരുന്നു. അന്നല്ലേ പെരുന്നയില് സുകുമാരൻ നായർ ഇദ്ദേഹത്തെ ഡൽഹി നായരായിട്ടും ഒക്കെ അംഗീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പലയിടങ്ങളിലും അദ്ദേഹം ഒരു വലിയ ഇടം സമ്പാദിച്ചു, വലിയൊരു മൈലേജ് ഉണ്ടാക്കി. അതായിരിക്കുമോ കേരള നേതാക്കൾക്ക് ഈ ശശി തരൂരിനോട് ഒരു പ്രശ്നം തോന്നാൻ കാരണം? അതെ, തരൂരിനോട് അത്തരത്തിലാണ്. കാരണം ഈ ലീഗിന് അല്പമെങ്കിലും ഒരു താല്പര്യം ഈ കോൺഗ്രസ് പദവിയിലുള്ളവരിൽ ചെന്നിത്തലയോടാണ് ഒരിത്തിരി ആഭിമുഖ്യം ഉള്ളത്. അപ്പോൾ ഈ തരൂര് അവിടെ പാണക്കാട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ തരൂരിന് കിട്ടിയ ഒരു ഗംഭീരമായ വരവേൽപ്പൊക്കെ ഉണ്ട്. അത് വേറൊരു തരത്തിലുമൊക്കെ ചിന്തിക്കാൻ ഇടയാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് തരൂർ കൂടി രംഗത്തെ വരികയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് ഒരുപക്ഷെ ലീഗിൻ്റെ പിന്തുണയും കൂടി ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഒരു നീക്കമായിരിക്കാം. കാരണം VD സതീശൻ ഈ 63 എടുത്ത് പ്രയോഗിച്ചപ്പോൾ അതിനകത്ത് ലീഗിന് വലിയ അതൃപ്തിയുണ്ട്. അപ്പോൾ എന്തായാലും തരൂർ ഇങ്ങനെ വഴങ്ങാൻ പോകുന്നില്ല. തരൂര് കേരളത്തിലെ എന്നല്ല ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അത് കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് തരൂർ പറയാതെ തന്നെ ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിന് പരിഹാരമായിട്ടുള്ള കാര്യമാണ് തരൂർ മുമ്പോട്ട് വയ്ക്കുന്നത്. 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ളതെല്ലാം കോൺഗ്രസ്സിന് പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കയറണം. അതാണ് തരൂർ എടുത്തു പറഞ്ഞ വേറൊരു കാര്യം. തിരുവനന്തപുരത്ത് താൻ നേടിയിട്ടുള്ള വിജയം ഇത്തരത്തിലാണ്. അത്തരത്തിൽ പാർട്ടിയെ കൊണ്ടുപോകാനായിട്ട് കഴിയണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ താൻ കേരള രാഷ്ട്രീയത്തിൽ
ഒരു നിർണായക ഘടകമാണ്. തനിക്ക് സ്ഥാനം ഉണ്ട് എന്നുകൂടിയാണ് തരൂർ സൂചന നൽകിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.